അർജന്റീന ഫാൻസ് ചേർന്നിട്ടേ ഒരു ബ്രസീൽ ഫാനിനെ തല്ലിക്കൊന്നു. സംഭവം കേരളത്തിലൊന്നല്ല, അങ്ങ് ബംഗ്ലാദേശിലാണ്. കുറേ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവം സത്യം തന്നെയാണ്. ബംഗ്ലാദേശിലെ ഒരു ഓട്ടോ ഡ്രൈവറായ 38 വയസ്സുള്ള മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം എന്ന വ്യക്തിയാണ് മരണപ്പെട്ടത്. നമുക്ക് ഈ ക്രൂരമായ കൃത്യം നടക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അർജന്റീനയും ഈജിപ്തുമായി നടന്ന മാച്ചിൻ്റെ അകത്തെ ബ്രസീൽ ഫാനായ മരണപ്പെട്ട ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്ന ഈജിപ്തിനായിരുന്നു. അങ്ങനെ ആ കളീൻ്റെ അകത്ത് മെസ്സി ഒരു പെനാൽറ്റി മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മരണപ്പെട്ട ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ആഘോഷമാക്കി. ഇത് പക്ഷേ അർജന്റീന ഫാൻസിന് സഹിച്ചില്ല. അവന്മാർ കയറി ഇങ്ങനെ അടിച്ച് കൊന്ന്. എന്തായാലേ മനുഷ്യൻ്റെ മനസ്സിലുള്ള നന്മയൊക്കെ എവിടെയോ പോയി. ഇതുകൊണ്ട് ഇപ്പോൾ ആർക്കാ നഷ്ടം? ആ മരണപ്പെട്ട അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഈ തല്ലിക്കൊന്നവന്മാർ ജയിലിലും പോവും. ഇതിപ്പോൾ മെസ്സിയോ അർജന്റീന ടീമോ അറിയോ? അവരെന്തേലും ബാധിക്കില്ല. സംഭവം നമുക്കൊക്കെ ഓരോരുത്തരെ ഇഷ്ടമുണ്ട്. അവരെ സങ്കടങ്ങൾ നമ്മളെ ബാധിക്കും, അവരെ സന്തോഷങ്ങളും നമ്മളെ ബാധിക്കും. പക്ഷെ എന്ന് കരുതി ഇതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? ഇവന്മാരൊക്കെ തലേൻ്റെ ഉള്ളിൽ എന്താ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. സങ്കടം മാത്രമല്ല, എന്തോ ഒരു പുച്ഛം തോന്നുന്നത് സത്യം പറയുകയാണെങ്കിൽ. എവിടെയോ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പട്ടികളെ പോലെ തമ്മിൽ തല്ലി ചാവുക. നമ്മളെ കേരളത്തിലുള്ളവരൊക്കെ എത്രയോ ബെറ്ററാ. ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ട്, സത്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കും. ഞാനും എൻ്റെ കമ്പനിക്കാരും കളിയാക്കാറുണ്ട്, പരസ്പരം എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അതൊക്കെ ആ ഒരു മാച്ചിൻ്റെ രസമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കുക. സംഭവം ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വികാരമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ കളിയായി തന്നെ കാണാൻ പറ്റണം. അത് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിന് അത് വല്ലാണ്ട് ബാധിക്കും. കാരണം ഇതൊരു ഗെയിമാണ്. ഒരാൾ തോക്കും, ഒരാൾ ജയിക്കും. അത് മനസ്സിലാക്കണം. ഒരു ഫുട്ബോൾ കളിയുടെ ഭാഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളിയാക്കലും പരിഹാസങ്ങളൊക്കെ. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റ് ഒന്നുമില്ല. എല്ലാവരും കളി എൻജോയ് ചെയ്ത് പോകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ ഫുട്ബോളിൽ എന്ത് രസമുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഈ ഫുട്ബോളൊക്കെ എന്താ ഭംഗിയാവുന്നത്. ഈ ബ്രസീൽ ഫാൻസ് ആയാലും അർജന്റീന ഫാൻസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു രസമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും ഇതൊക്കെ കണ്ട് നമ്മൾ ചിരിക്കും. ഇതൊക്കെയാണ് രസം. ഇതിപ്പോൾ ഞാൻ ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, എല്ലാത്തിനും ഉണ്ട്. ക്രിസ്ത്യാനോയ്ക്ക് ആയാലും നെയ്മറിനായാലും എല്ലാവർക്കും ഉണ്ട് ഇങ്ങനത്തെ ഫാൻസ്. ഇതിപ്പോൾ ഫുട്ബോളിൽ മാത്രമല്ല, സിനിമയായാലും ക്രിക്കറ്റ് ആയാലും രാഷ്ട്രീയമായാലും മറ്റുള്ളവർക്ക് വേണ്ടി ചാവാനും തല്ലാനും തയ്യാറായിട്ട് നടക്കുന്നവരുണ്ട്. അവർക്ക് എന്താ കിട്ടുക? ആരെങ്കിലും ആലോചിക്കുക അമ്മമാരെ പറ്റിയിട്ട്? മരിച്ചു പോയതിൻ്റെ കുടുംബത്തിനും പോയി, തല്ലിക്കൊന്നവൻ അങ്ങോട്ട് ജയിലിലും പോയി. മനുഷ്യനായ കുറച്ച് മനുഷ്യത്വം വേണം, നന്മ വേണം. അതിലൊക്കെ ഉപരി ബോധം എന്ന് പറഞ്ഞ സാധനം വേണം. ബോധമില്ലെങ്കിലേ ഒന്നും പറയാനില്ല. എന്നെ അറിയുന്നവർക്കറിയാം, ഞാനൊരു കടുത്ത ബ്രസീൽ ഫാനായിരുന്നു. കഴിഞ്ഞ കളി ബ്രസീൽ തോറ്റ് നെയ്മർ വിരമിച്ചപ്പോൾ ഞാൻ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഓവർകം ചെയ്ത് അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എൻ്റെ ജോലി ചെയ്യാൻ പറ്റില്ല, എൻ്റെ കുടുംബത്തിനാണ് നഷ്ടം വരിക. എനിക്ക് നിങ്ങളോട് എന്താ പറയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുട്ബോൾ ഒരു വികാരമാണ്, ഒക്കെ സത്യമാണ്. പക്ഷേ അതിനൊക്കെ നമ്മളൊരു ലിമിറ്റ് കൊടുക്കണം. അതിലപ്പുറത്തേക്ക് എടുക്കാൻ പാടില്ല. കളിയാകുമ്പോൾ ഒരു ടീം ജയിക്കും, മറ്റൊരു ടീം തോക്കും. അത് അംഗീകരിക്കുക, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.